അലിയകൃഷ, ഇപ്പോൾ സൈഫുന്നീസ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പാംപ്ലാനി വന്നതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകുമെന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. വിമത വിഭാഗത്തിന്റെ നിലപാട് ഏറെ നിർണായകവുമാണ്. ഇപ്പോൾ 21 വൈദികർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പാണ്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പുനഃപരിശോധന, അതായത് പരാതി പിൻവലിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ വിമത വിഭാഗം സ്വീകരിക്കുന്ന നിലപാട്? മാത്രമല്ല 6 വൈദികരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവർക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാനാവുക തുടങ്ങിയ ചോദ്യങ്ങളുമുണ്ടല്ലോ. ഈ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പാംപ്ലാനി അധികാരമേൽക്കുമ്പോൾ എന്ത് മാറ്റമാണ് നിലവിലെ ഈ സാഹചര്യത്തിന് വരാൻ പോകുന്നത്? എന്തെങ്കിലും മാറ്റം വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബസലിക്ക പള്ളിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ പ്രതിഷേധക്കാർ വലിയ നിലയിൽ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ 3:30 ഇവരുടെ പ്രതിഷേധ റാലി ആരംഭിക്കും. ബസലിക്ക പള്ളിയിൽ നിന്നും ആരംഭിച്ച് മെയിൻ റോഡിലേക്ക് കടന്ന് ഗോശ്രീ പാലം വരെ പോയി തിരിച്ച് ബസലിക്കയിലേക്ക് എത്തി അവസാനിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇപ്പോൾ ബസലിക്ക പള്ളി മുറ്റത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പാംപ്ലാനി അധികാരമേറ്റ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ, പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ, അതിൽ ശക്തമായ വിയോജിപ്പ് എന്തായാലും വിമത വിഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും, അതായത് ബോസ്കോ പുത്തൂർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നടപ്പാക്കാനാണ് നിലവിൽ ജോസഫ് പാംപ്ലാനിയും ശ്രമിക്കാൻ പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധം വിമത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് അവർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ പ്രധാന ആവശ്യങ്ങൾ, നിലനിൽക്കുന്ന കൂരിയയെ ക്രിമിനൽ കൂരിയ എന്നാണ് പ്രതിഷേധക്കാർ വിളിക്കുന്നത്. ക്രിമിനൽ കൂരിയയെ പിരിച്ചുവിടുക, പുതിയ കൂരിയയെ അധികാരത്തിൽ കൊണ്ടുവരിക, നിലവിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമായും വിമത വിഭാഗം ഉന്നയിക്കുന്ന ആവശ്യം. പക്ഷേ അതിനുള്ള അധികാരം നിലവിൽ അധികാരം ഏറ്റിരിക്കുന്ന ജോസഫ് പാംപ്ലാനിക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു ഘട്ടത്തിൽ ഏത് നിലയിലായിരിക്കും ഇനി ജോസഫ് പാംപ്ലാനിയോട് ഉൾപ്പെടെയുള്ള വിമത വിഭാഗത്തിന്റെ നിലപാട് എന്നത് കണ്ടറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും മുൻപ് ബോസ്കോ പുത്തൂർ അധികാരമേൽക്കുന്ന ഘട്ടത്തിലും തങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബോസ്കോ പുത്തൂരിനെ സ്വാഗതം ചെയ്തവരാണ് വിമത വിഭാഗം. പിന്നീട് അത്തരത്തിലൊരു നിലപാടില്ലാതെ വരുമ്പോഴാണ് സ്വാഭാവികമായും വലിയ പ്രതിഷേധത്തിലേക്ക് അവർ പോകുന്നത്. ഇപ്പോൾ ജോസഫ് പാംപ്ലാനി അധികാരമേൽക്കുമ്പോഴും തങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിമത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായ പ്രതികരണം. പക്ഷേ ഇന്ന് ഈ അധികാരമേറ്റ ശേഷം ബിഷപ്പ് ഹൗസിൽ നിന്നും അദ്ദേഹം നടത്തിയ പ്രതികരണത്തോട് ശക്തമായ വിയോജിപ്പ് എന്തായാലും പ്രതിഷേധക്കാർ അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇവിടെ പ്രതിഷേധിച്ച പ്രാർത്ഥനാ യജ്ഞമിരുന്ന വൈദികർക്കെതിരെ എന്തിന് പോലീസ് ഇത്രയും ശക്തമായ നടപടിയെടുത്തു എന്നതാണ് പ്രതിഷേധക്കാരുടെ ചോദ്യം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ റെസിഡൻസ് ആയ ഇത്രയും ശക്തമായ നടപടിയെടുക്കുകയും തിരുവസ്ത്രം ഉൾപ്പെടെ വലിച്ചു കീറുകയും ചെയ്ത നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ACP ജയകുമാറിനെതിരെ അന്വേഷണം നടത്തണം, ഈ നരനായാട്ട് വൈദികർക്കെതിരെ അഴിച്ചുവിട്ടതിൽ ACPക്കെതിരെ അന്വേഷണം നടത്തണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ വിമത വിഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രണ്ട് വിഭാഗവും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ജോസഫ് പാംപ്ലാനി നേരിട്ട് പങ്കെടുത്തില്ല എങ്കിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നും പ്രതിഷേധക്കാർ പ്രതിഷേധക്കാരുടെ ഇപ്പോഴത്തെ നിലപാട്. ഏതായാലും അവർ അവിടെ തടിച്ചുകൂടുകയാണ് ബസലിക്ക പള്ളിക്ക് മുന്നിൽ നിന്ന്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അലി അക്ബർ ഷാ തത്സമയം ആ വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യും. അർജുൻ.